ഓക്കെ, നമുക്ക് അതിൻ്റെ ESICയുടെ കാര്യം നോക്കാം കേട്ടോ. ESIC എന്ന് വെച്ചാൽ എന്താണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് അല്ലേ. ESICയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ അല്ലേ, എംപ്ലോയീസിന് ESIC കൊടുക്കുന്നത് ഒരു മെഡിക്കൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഷുറൻസിന് പകരം ഒരു ഇൻഷുറൻസ് ആണ്, എംപ്ലോയി കൊടുക്കുന്ന ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻഷുറൻസ് ആണ് ESIC എന്ന് പറയുന്നത്. ഇന്ത്യൻ എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ ESIC എന്താണ് എൻറ്റൈൽ ചെയ്യുക, അത് ആർക്കൊക്കെ എത്രയൊക്കെ എങ്ങനെ പ്രൊപ്പോർഷൻ എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ESIയുടെ റൂള് പ്രകാരം ഒരു സ്ഥാപനത്തിൽ 10 or 10 കൂടുതലോ ഉള്ള എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ എന്ത് വേണം? ESIC ആക്ടിന് അണ്ടറിൽ രജിസ്റ്റർ ചെയ്യുകയും ID മേടിക്കുകയും ദെൻ എംപ്ലോയീസിന് ESIC കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇനി കോൺട്രിബ്യൂഷൻ്റെ റേറ്റ് ആസ് പെർ ദ അമെൻമെൻറ്റ് 2019 ജൂലൈ 1 തൊട്ട് റേറ്റ് മാറിയിട്ടുണ്ട്. 1 റേറ്റ് ആയിരുന്ന 1% ആയിരുന്ന കോൺട്രിബ്യൂഷൻ റേറ്റിനെ 0.75% വേജസിൻ്റെ എത്രയാണോ അവരുടെ വേജസ് അതിനകത്തുനിന്ന് വാഷിംഗ് അലവൻസ് മാറ്റിയിട്ടുള്ള എമൗണ്ടിൻ്റെ 0.75% എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ആൻഡ് 3.25% എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഡെയിലി വേജസ് 176 ആണെന്നുണ്ടെങ്കിൽ ഇവർ പേയ്മെൻറ്റിൽ നിന്ന് എന്താണ് എക്സംപ്റ്റഡ് ആണ്. പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട്, സാലറി ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 21,000 ആണ്. നോർമൽ ഒരു എംപ്ലോയി ആണ്, അയാൾക്ക് 21,000 21,000 താഴെയാണ് സാലറി എങ്കിൽ അവർക്ക് എന്താണ് ESIC കൊടുക്കണം. 21,000 മുകളിലാണെന്നുണ്ടെങ്കിൽ ESICയുടെ ബെനിഫിറ്റ്സ് എംപ്ലോയർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ ദ പേഴ്സൺ ഈസ് ഡിസേബിൾഡ്, അതായത് ആ വ്യക്തി എന്തെങ്കിലും വൈകല്യമൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സാലറി ലിമിറ്റ് എന്ന് പറയുന്നത് 21 അല്ല, പകരം എന്താണ് 25,000 ആണ്. 25,000 പ്രൊപ്പോർഷൻ ആയിരിക്കണം എംപ്ലോയർ കോൺട്രിബ്യൂഷൻ വരേണ്ടത്. പിന്നെ വേറൊരു കാര്യം, സാധാരണ ഒരു നിലയിലുള്ള ഒരു എംപ്ലോയിക്ക് ഇത്ര നാൾ വരെ മാർച്ച് വരെ 19,000 രൂപയായിരുന്നു. അപ്പോൾ ഏപ്രിൽ തൊട്ട് ഹൈക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? ESA കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. മാർച്ച് അയാൾക്ക് 19,000 രൂപയും ഏപ്രിൽ തൊട്ട് 24,000 രൂപയാണ്. അപ്പോൾ എനിക്ക് ഏപ്രിൽ തൊട്ട് അയാൾക്ക് ESA പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. പക്ഷേ ഞാനത് കൊടുക്കുന്നത് ഒരു മെയ്യിലോ അല്ലെങ്കിൽ ഓഗസ്റ്റിലോ ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ വരെയുള്ള കാലത്തൊട്ട്, അതായത് ഏപ്രിൽ ടു ഒക്ടോബർ വരെയുള്ള കാലയളവിൽ അയാളുടെ സാലറി റേഞ്ച് മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം? കൂടിയ ഹൈക്കായ സാലറി റേഞ്ചിൻ്റെ ESA പ്രൊപ്പോർഷൻ കൊടുക്കണം. ഓക്കെ, ഇല്ല വെച്ചാൽ നമ്മൾ എന്താണ്, ഇപ്പം മാർച്ചിൽ എനിക്ക് 19 19K ആണ് സാലറി എന്ന് വെച്ചാൽ 19,000 സാലറിയാണ്. ഏപ്രിൽ തൊട്ട് 24,000 ആണ്. എനിക്ക് സാലറി ESA കട്ട് ചെയ്യാം. ഓക്കെ, പ്രൊപ്പോർഷൻ നമ്മൾ കട്ട് ചെയ്യുമ്പം ഈ പീരീഡ് ആലോചിച്ചോണം, ഏപ്രിൽ ടു ഒക്ടോബർ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന പീരീഡ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഒക്ടോബറിന് ശേഷവും ഏപ്രിലിന് മുമ്പും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്ക് ചെയ്യുന്ന സാലറിക്ക് ESA കൊടുക്കേണ്ട കാര്യത്തിൽ ESA കട്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രൊപ്പോർഷൻ എങ്ങനെയാണ് ESA സാലറി നമ്മൾ ചെയ്യും, പേറോൾ ചെയ്യുമ്പോഴത്തേനും ഞാൻ കാണിച്ചു തരും. പക്ഷേ ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് സാലറി 10,000 ആണ്. 10,000 ഇപ്പം വാഷിംഗ് അലവൻസ് ഇല്ലാത്ത ഹെഡ് കമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ സാലറി കമ്പൗണ്ട് ആണ് 10,000 എന്ന് വെച്ചോ. വാഷിംഗ് അലവൻസ് ഉണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് വാഷിംഗ് അലവൻസ് നമ്മൾ മൈനസ് ചെയ്യും. അതിനകത്ത് നമ്മൾ ESA കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട. 10,000 ഇൻറ്റു 0.75% എത്ര കിട്ടും? 75 അല്ലേ, ₹75. തുച്ഛമായ എമൗണ്ട് ആണ് ESA കോൺട്രിബ്യൂഷൻ ഒക്കെ വരുന്നത്. പക്ഷേ എംപ്ലോയർ ആണ്, ഈ PF ആയാലും ESA ആയാലും എംപ്ലോയർ ആണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് കേട്ടോ. എംപ്ലോയറിൻ്റെത് 10,000 ഇൻറ്റു 3.25% എത്ര? 325 325 രൂപ. അപ്പോൾ ടോട്ടൽ ESAക്ക് പോകുന്ന കോൺട്രിബ്യൂഷൻ 75 പ്ലസ് 325 400 rupees. ഓക്കെ, ഇനി നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് തന്നെ ആയിരുന്നു. ഡിഡക്ഷൻ ഡീറ്റെയിൽസിൻ്റെ കാലയളവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇനി വരുന്നത് രജിസ്ട്രേഷൻ്റെ കാര്യമാണ്. ഇത് നമ്മൾ പറഞ്ഞതാണ്. എംപ്ലോയർ മസ്റ്റ് രജിസ്റ്റർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് ESIC ഇഫ് ദേ ഹാവ് 10 or more employees, അതായത് 10 or 10 കൂടുതലോ എംപ്ലോയീസിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ESA രജിസ്റ്റർ ചെയ്യണം കമ്പനി അല്ലേ. ഇല്ല, ചില എസ്റ്റാബ്ലിഷ്മെന്റ് കേസസിൽ 20 കൂടുതൽ എംപ്ലോയീസ് വരുമ്പോഴാണ് 20 അല്ലെങ്കിൽ മോർ എംപ്ലോയീസ്. അത് പെർട്ടിക്കുലർ എസ്റ്റാബ്ലിഷ്മെന്റ്സ് മാത്രമുള്ളതാണ്. ഓക്കെ, നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയർക്ക് എന്ത് കിട്ടും? ഒരു യൂണിക്യൂ കോഡ് ID കിട്ടും. ESIC സിസ്റ്റത്തിനകത്ത് ഒരു യൂണിക്യൂ ലോഗിൻ ID ആൻഡ് പാസ്വേഡ് കിട്ടും. ഓക്കെ, നമ്മളത് വെച്ചിട്ട് കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്യുക. ഓൺലൈനിൽ തന്നെ നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നതും തന്നെ എംപ്ലോയി രജിസ്ട്രേഷൻ, പുതിയ എംപ്ലോയിനെ ESIC ആഡ് ചെയ്യുന്നതും എല്ലാം നമ്മളുടെ ESIC കോഡ് ലോഗിൻ ചെയ്തതിന് ശേഷമാണ്. ഓക്കെ,
പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഈ പറയപ്പെടുന്ന കോൺട്രിബ്യൂഷൻസ് കൊടുത്തില്ലെങ്കിൽ പെനാൽറ്റീസ് വരും കേട്ടോ. ഇനി പേയ്മെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അറിയാലോ, എംപ്ലോയും കോൺട്രിബ്യൂഷൻ ചെയ്യണം അവരുടെ സാലറിന്ന് ആൻഡ് എംപ്ലോയറും കോൺട്രിബ്യൂഷൻ ചെയ്യും അല്ലേ. ദെൻ അതിനുശേഷം മന്ത്ലി നമ്മളിപ്പോൾ ജാനുവരിയിലെ സാലറി ആണെന്നുണ്ടെങ്കിൽ ഫെബ്രുവരി 15 മുമ്പായി, ഫോളോയിങ് മന്തിന്റെ ഫെബ്രുവരി 15 മുമ്പായിട്ട് പേയ്മെന്റ് നമ്മൾ റെമിറ്റ് ചെയ്തിരിക്കണം. ഇനി ESAയ്ക്ക് ആവശ്യമായിട്ടുള്ള റെക്കോർഡ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അല്ലേ. ലൈക്ക് വേജസിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അറ്റൻഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, ESSS സ്കീമിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ എംപ്ലോയീസിന്റെയും അറ്റൻഡൻസും വേജ് ഡീറ്റെയിൽസും നമ്മൾ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണം. ഇൻസ്പെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിട്ട് വരും. ആസ് എൻ എംപ്ലോയർ ഭാഗത്തു നിന്നും നമ്മൾ ആസ് എൻ ഓഫീസർ ആയിരിക്കുമല്ലോ, HR ഓഫീസറോ അല്ലെ HR എക്സിക്യൂട്ടീവോ HR മാനേജറോ അറിയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഓക്കെ. ദെൻ ESA കാർഡ് നമ്മൾ ഇഷ്യൂ ചെയ്യണം. വൺസ് എംപ്ലോയെ നമ്മൾ കോഡിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയറിന്റെ ഉത്തരവാദിത്തമാണ് എംപ്ലോയിക്ക് ESSA കാർഡ് പ്രിന്റ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ എങ്ങനെ കൊടുക്കുന്നത് എന്നുള്ള വീഡിയോസ് ഒക്കെ കാണിക്കും കേട്ടോ. ജസ്റ്റ് ഇൻഫർമേഷന് വേണ്ടിയോടെ പറയുകയാണ് ഇൻട്രോ പാർട്ടായിട്ട്. അടുത്തത് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഫോർ എംപ്ലോയീസ് അല്ലേ. അപ്പം എംപ്ലോയീസിന് മാത്രമാണോ മെഡിക്കൽ ബെനിഫിറ്റ്സ് ESAയിലൂടെ പ്രൊവൈഡ് ചെയ്യുന്ന? അല്ല, അവരുടെ ബിലോങ്സിനും കൂടെ ഉണ്ട്. ഫാമിലി മെമ്പേഴ്സ്, ഹസ്ബൻഡ്, വൈഫ് ആൻഡ് ചിൽഡ്രൻസ് ആൻഡ് പാരൻസിനും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവരെല്ലാം റെമിറ്റ് അതിനകത്ത് ആഡ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താണ് അവരുടെ ഡോക്യുമെന്റ്സ്, ആധാർ കാർഡ് കളക്ട് ചെയ്യുക ആൻഡ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവർക്കും എല്ലാം എന്താണ് ബെനിഫിറ്റ്സ് കിട്ടും. പിന്നെ എന്തെങ്കിലും സാലറി ചേഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെത്തോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് വേജിനകത്തുള്ള ഡിഫറൻസോ അവരുടെ കമ്പനി വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്യണം. ചേഞ്ചസ് റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇൻസ്പെക്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഡോക്യുമെന്റ് നേരത്തെ പറഞ്ഞ വേജിന്റെ അറ്റൻഡൻസിന്റെ ഒക്കെ ഡോക്യുമെന്റ്സ്, നെസസറി ഡോക്യുമെന്റ്സ് നമ്മൾ ESA ഓഫീഷ്യൽസിന് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ എംപ്ലോയി ഇപ്പോൾ പുതിയ അമെൻമെന്റ് ESA കൊണ്ടുവരും അല്ലെ. സോ ആ അമെൻമെന്റുകളെല്ലാം പ്രോപ്പറേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ESAയുമായി ബന്ധപ്പെട്ട് വരുന്ന അമെൻഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ ആർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം? എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം അറ്റ് എ ടൈം അനുസരിച്ച് അല്ലെ. ഇപ്പോൾ ESA പറയാണ്, ESA സൈറ്റിനകത്ത് ഒരു ഇൻഫർമേഷൻ ഇടുകയാണ് അല്ലെ, നോട്ടീസ് ഇടുകയാണ്, എല്ലാവരും ആധാർ ഇത്ര ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ ഇത്ര മാസം അല്ലെങ്കിൽ ഈ ഡേറ്റിന് മുമ്പ് സബ്മിറ്റ് ചെയ്തിരിക്കണം, അപ്ലോഡ് ചെയ്തിരിക്കണം. അപ്പം എംപ്ലോയർ എന്താണ് ചെയ്യേണ്ടത്? അവരുടെ പുതുക്കിയ ആധാർ, ഇപ്പൊ 15 വർഷം കൂടുമ്പോൾ നമ്മൾ ആധാർ ചേഞ്ച് ചെയ്യുമല്ലോ, അപ്പം എന്താണ് അത് അപ്ലോഡ് ചെയ്യണം. അപ്പം ഡേറ്റ് ഡെഡ് ലൈൻ ഇതാണ്. അപ്പോൾ എല്ലാവരുടെയും മേടിക്കുക, അപ്ലോഡ് ചെയ്യുക, പ്രോപ്പർ ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് റിലേറ്റഡ് ടു ബെനിഫിറ്റ്സ് ആയാലും. ഓക്കെ. ഇനി അടുത്തത് ESA ആക്ടുമായി ബന്ധപ്പെട്ട് വരുന്ന റെഗുലാരിറ്റീസ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ അവർ പറയുന്ന എന്താണ് പേയ്മെന്റ് ഡേറ്റ്, അതേ കണക്ക് തന്നെ എന്താണ് 10-ൽ കൂടുതൽ വരുന്ന അല്ലെങ്കിൽ 20-ൽ കൂടുതൽ വരുന്ന ചില എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഓക്കെ, അതൊക്കെ കീപ്പ് ചെയ്യാതെ പോവുകയും വേജസ് ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാതെ പോകുന്നു, അറ്റൻഡൻസ് ഡോക്യുമെന്റ്സ് കീപ്പ് ചെയ്യാതെ പോകുന്നു. ഇതിനെല്ലാം ആസ് എ എൻക്വയറി ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫെനാൽറ്റീസും അത് കണക്ക് തന്നെ ഫൈൻസും ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം മെയിൻ തിങ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ സ്ഥാപനത്തിൽ 10-ൽ കൂടുതലുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് ESA പ്രൊവൈഡ് ചെയ്യുക, ESA ട്രാക്കിൽ രജിസ്റ്റർ ചെയ്യുക. ദെൻ ചില certain എസ്റ്റാബ്ലിഷ്മെന്റ്സിന് മാത്രമാണ് കൺസെപ്ഷൻ കൊടുത്തിരിക്കുന്നത് 20 more than 20 എംപ്ലോയീസ് വരുമ്പോൾ മാത്രം രജിസ്ട്രേഷൻ. ഇനി സീലിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 21,000 രൂപയാണ് നോർമൽ എംപ്ലോയി. ഇപ്പൊ ഡിസേബിൾഡ് ഒരു വൈകല്യമുള്ള ആളെന്ന് പറയും 25,000 വരെ നമുക്ക് എന്താണ് സീലിംഗ് എമൗണ്ട് ആയിട്ട് വെക്കാം. ഓക്കെ. പിന്നെ ഹൈക്ക് ആവുകയാണ് 19,000 രൂപ സാലറി ഉള്ള ആൾക്കാർക്ക് മാർച്ചിലാണ് ആവുന്നതെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് കട്ട് ചെയ്യാം, ആ മാസത്തോടെ കട്ട് ചെയ്യാം. ദെൻ ഏപ്രിലിൽ കട്ട് ചെയ്യാൻ പറ്റും, ഏപ്രിൽ തൊട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഏപ്രിൽ ടു ഒക്ടോബർ കാലയളവിലാണ് സാലറി ഹൈക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കൺസിക്യൂട്ടീവ് 6 months കൂടുമ്പോഴാണ് ഇത് വെച്ചിട്ടാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ESAയുടെ പേയ്മെന്റ് കോൺട്രിബ്യൂഷൻ കേട്ടോ. അതത് മാസം നമ്മൾ കൊടുക്കുമെങ്കിലും അതിന്റെ കോൺട്രിബ്യൂഷൻ ഫയലിംഗ് 6 months ആണ്. അതുകൊണ്ടാണ് ഏപ്രിൽ ടു ഒക്ടോബർ എന്നൊരു ഡേറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ ESAയുടെ അണ്ടറിൽ വരുന്ന കുറേ ബെനിഫിറ്റ്സുകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ അത് ആസ് എൻ എംപ്ലോയിക്ക് നമ്മൾ ബെനിഫിറ്റ്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ആക്സിഡന്റ് ക്ലെയിം ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉണ്ട്, പാറ്റേണിറ്റി ബെനിഫിറ്റ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് വെച്ചാൽ അറിയാലോ 182 days ഡെലിവറിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് വിത്ത് സാലറിയോടെ. ദെൻ പാറ്റേണിറ്റി എന്ന് പറയുന്നത് 1 to 2 weeks 15 ദിവസത്തോളം ഭാര്യ പ്രസവിച്ച് കൊടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡ്സിന് എന്താണ് ലീവ് എടുക്കാം വിത്ത് സാലറിയോട് കൂടി. പിന്നെ ഡിസേബിലിറ്റി, എന്തെങ്കിലും വർക്ക് പ്ലേസിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പെൻഷൻ എഴുതി കൊടുക്കാം. പിന്നെ സർവീസിൽ ഇരുന്ന് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ
ആണെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് ഡെത്ത് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ നോമിനിക്ക് എന്താണ് ഒരു തുക ESIയിൽ നിന്ന് അല്ലെങ്കിൽ പെൻഷൻ തുക നോമിനിക്ക് കിട്ടും. സോ ഇങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ആഡ് ഓൺ ചെയ്തിട്ട് അപ്ഡേറ്റഡ് ആയിട്ട് അമെൻമെന്റ് വരുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ESI സൈറ്റിൽ കയറുക, ദെൻ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ദെൻ എന്തൊക്കെയാണ് പുതിയ പുതിയ ബെനിഫിറ്റ്സ് വരുന്നതെന്നുണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ.